CPMന്റെ MLA ആയിട്ടുള്ള ശ്രീ PV അൻവർ ഇന്നലെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടിയായി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും LDFനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനാണ് അൻവർ ശ്രമിച്ചതെന്നാണ്. അൻവറിൻ്റെ ഉദ്ദേശം വ്യക്തമായി. CPM സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും LDFനെയും അപകീർത്തിപ്പെടുത്താനാണ് CPMന്റെ തന്നെ MLA ആയിട്ടുള്ള അൻവർ ശ്രമിച്ചത്. എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള ആരോപണങ്ങളല്ല സർക്കാരിനെതിരെ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. എല്ലാം അപകീർത്തിപ്പെടുത്താനാണെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക, LDFലെയും പാർട്ടിയിലെയും നേതാക്കളെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. PV അൻവർ അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ അപകീർത്തി കേസിൽ അൻവറിനെതിരായി മാനനഷ്ട കേസ് കൊടുക്കാൻ ഈ നേതാക്കളാരും, മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഈ നേതാക്കളാരും തയ്യാറാവുന്നില്ല? ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റി പറയുന്നത് അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. ഇപ്പോഴാണ് മനസ്സിലായത് അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. CPMന്റെ പല നേതാക്കളും പറയുന്നത് അൻവർ കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ആളാണ്. അപ്പോൾ കള്ളക്കടത്തുകാരെ ഇത്രയും കാലം സഹായിക്കുന്ന MLA ആരാണ് സംരക്ഷിച്ചു പോകുന്നത്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉത്തരം ലഭിക്കേണ്ട നിരവധി ചോദ്യങ്ങൾ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിലും അതിനുള്ള പ്രതിരോധമായി മുഖ്യമന്ത്രി പറയുന്നതിലുണ്ട്. ഇതങ്ങനെ ഒറ്റവാക്കിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു ആരോപണമല്ല. അൻവർ പറയുന്നത് കള്ളക്കടത്തുകാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു. സ്വർണം കള്ളക്കടത്തുന്നത് പിടിക്കുന്നതിൽ നിന്ന് നല്ല കമ്മീഷൻ, ഒരു ഭാഗം സ്വർണം പോലീസ് അടിച്ചു മാറ്റുന്നു. കാരിയേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയും ഇവർ സ്വർണം പിടിച്ചാൽ, ഇവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചാൽ കസ്റ്റംസിൽ കൊടുക്കുന്നത് പകുതിയിൽ കുറവാണ്. കണക്കുകൾ പറയുകയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് CPMന്റെ MLA ആണ്. അപകീർത്തിപ്പെടുത്താൻ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല? പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അൻവർ സ്വയം രാജിവെച്ചു പോയതാണ്. അൻവറിനെതിരെ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നത്? പശ്ചാത്തലം അറിയില്ല എന്നാണ് ചോദിച്ചത് മുഖ്യമന്ത്രി. ഈ പശ്ചാത്തലം അറിയുന്ന ആളെ ഒരു ആരോപണം ഉന്നയിച്ച ഉടനെ ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി എന്തിനാണ് രഹസ്യമായി ചർച്ച നടത്തിയത്? അൻവറിൻ്റെ കള്ളക്കടത്ത് പശ്ചാത്തലവും കോൺഗ്രസ് പശ്ചാത്തലവും അറിയുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് 10 വർഷം അദ്ദേഹത്തെ MLA ആക്കിയില്ലേ? അദ്ദേഹം ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്രമൈസായി എന്ന് പറഞ്ഞ് പിരിഞ്ഞതാണല്ലോ. ഇതങ്ങനെ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്യാനുള്ള പ്രശ്നമാണോ അൻവർ ഉന്നയിച്ചത്? നമ്മുടെ നാടിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. മുഖ്യമന്ത്രി പറയുകയാണ് അൻവർ ഫോൺ ചോർത്തിയതിനെ സംബന്ധിച്ച് ഗവർണർ ഒരു കത്തയച്ചിട്ടുണ്ട്. ഗവർണർ കത്തയക്കണോ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ MLA ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഗവർണർ കത്തയക്കണമെങ്കിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നത്? ഫോൺ ചോർത്തിയതിനെ സംബന്ധിച്ച് ഗവർണർ ഒരു കത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അതിലൊരു പ്രശ്നവുമില്ല. അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മന്ത്രിമാരുടെ ടെലിഫോൺ ചോർത്തുന്നു. ADGPയെ ഉപയോഗിച്ച് മന്ത്രിമാരുടെ ടെലിഫോൺ ചോർത്തുന്നു എന്നാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് അൻവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ടാപ്പ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവർണർ ഒരു പരാതി തന്നിട്ടുണ്ട്. സമ്പൂർണ്ണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഈ സർക്കാരിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശമില്ല.
ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നില്ല.